ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ ഇതാ കൂട്ടുകാർക്കുള്ള പരീക്ഷ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒട്ടും തന്നെ സമയം കളയാനായിട്ടില്ല അല്ലേ. പിന്നെ ഇന്ന് നടന്ന എക്സാമൊക്കെ എല്ലാ കൂട്ടുകാരും ഈസി ആയിട്ട് തന്നെ എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ഗണിതം എക്സാമിനോട്ട് പോവാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനും കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. പ്രവർത്തനം 1, സംഖ്യാവ്യാഖ്യാനം. 3, 5, 4, 0 എന്നീ സംഖ്യകളെല്ലാം ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ സംഖ്യകളാണ്? 3, 5, 4, 0 അല്ലേ. ഈ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് മക്കളെ? 3045 ആണല്ലേ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. മക്കളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, അത് തന്നെയാണോ എന്നുള്ള കാര്യം എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. 3608 എന്ന സംഖ്യാ കാർഡ് നോക്കൂ. കാർഡിലെ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്കവിടെ 3608 വ്യത്യസ്ത രീതിയിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെയാണ്: 3000 608 1, 3000 60 10 8 1, 3608 1 എന്ന് എഴുതിയില്ലേ. ഇനി എങ്ങനെയെങ്കിലും ഒന്നിനെ ഏതെങ്കിലും ഒരു രീതിയിൽ ആ ഒരു സംഖ്യയെ വ്യാഖ്യാനിക്കുന്നത് മക്കളടുത്ത് സ്വയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 3000 600 8 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, മക്കൾ അവിടെ ഫില്ല് ചെയ്യുക. ഇനി വേറെ ഏതെങ്കിലും കൂട്ടുകാർക്ക് മറ്റേതെങ്കിലും രീതിയിൽ തോന്നുകയാണെങ്കിൽ അങ്ങനെയും എഴുതാം കേട്ടോ. ഓക്കെ മക്കളെ, അതിലടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4843 എന്ന സംഖ്യയിൽ 3ൻ്റെ സ്ഥാനവില എത്രയാണ് മക്കളെ? 1 ആണല്ലേ. അടുത്തത് നമ്മളടുത്ത് 8ൻ്റെ സ്ഥാനവില ചോദിക്കുന്നുണ്ട് കേട്ടോ. 8ൻ്റെ സ്ഥാനവില എത്രയാണ് വരുന്നത്? 100 ആണല്ലേ. 100ൻ്റെ സ്ഥാനത്താണുള്ളത്. ഓക്കെ മക്കളെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. രൂപങ്ങൾ തിരിച്ചറിയാം. മക്കൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. വിവിധ ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരച്ചിട്ടുള്ളൊരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയുണ്ട് മക്കളെ രൂപങ്ങൾ? വൃത്തമുണ്ട്, ത്രികോണമുണ്ട്, ചതുരവും സമചതുരവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരച്ചിട്ടുള്ളത് അല്ലേ. മക്കൾക്ക് ചോദിച്ച ചോദ്യം ഇതാണ്: ചിത്രത്തിൽ വൃത്തത്തിന് ചുവപ്പ്, ത്രികോണത്തിന് പച്ച, ചതുരത്തിന് നീല, സമചതുരത്തിന് മഞ്ഞ എന്നിങ്ങനെ നിറങ്ങൾ നൽകി ഭംഗിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ ഓരോ രൂപത്തിനും ഏത് നിറമാണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് കൃത്യമായിട്ട് നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചതുരവും സമചതുരവും തമ്മിൽ മാറിപ്പോകാനായിട്ടും പാടില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്? നമ്മളടുത്ത് വൃത്തത്തിന് നിങ്ങൾ ആദ്യം ചുവപ്പ് നിറം കൊടുക്കുക കേട്ടോ. അതിനുശേഷം ത്രികോണത്തിന് പച്ച നിറയും പിന്നെ ചതുരത്തിന് എന്ത് ചെയ്യുക, നീല നിറം കൊടുക്കുക. അതിനുശേഷം സമചതുരത്തിന് മഞ്ഞ നിറവുമാണ് നൽകേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് രൂപങ്ങൾ എണ്ണി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സമചതുരം എത്ര എണ്ണാണെന്നും ചതുരം എത്ര എണ്ണാണെന്നും ത്രികോണം എത്ര എണ്ണാണെന്നും വൃത്തം എത്ര എണ്ണമാണ് അവിടെ ചിത്രത്തിലുള്ളത് എന്നുമാണ് മക്കളവിടെ എണ്ണി എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രവർത്തനമാണ്, എല്ലാ മക്കൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോ രൂപങ്ങളുടെയും എണ്ണം എത്രയാണെന്നുള്ളത് കണ്ടെത്തുക കേട്ടോ. എന്നിട്ട് കിട്ടിയിട്ടുള്ള ആൻസർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കളർ പെൻസിൽ കൂടി അടുത്ത ദിവസം എക്സാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകുക കേട്ടോ. ഇവിടെ ഇപ്പം നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? രൂപങ്ങൾക്ക് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനും വരും. അപ്പം നമുക്ക് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. പട്ടിക പൂർത്തിയാക്കുക. താഴെ മക്കൾക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാമിതീയ രൂപങ്ങളായ ചതുരം, ത്രികോണം, വൃത്തം എന്നിവയുടെയൊക്കെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടികയാണ്. അപ്പോൾ അതിൽ വിട്ട പോയിട്ടുള്ള ഭാഗം പൂരിപ്പിക്കാനാണ് നമ്മളടുത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കുളം നോക്കിക്കേ, ഏതാണ് രൂപം? ചതുരമാണ് അല്ലേ. ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് എഴുതിയിട്ടുള്ളത്? മൂലകളുണ്ട് എന്നാണ് അല്ലേ. പക്ഷെ എത്ര മൂലകളാണെന്ന് നമുക്കവിടെ തന്നിട്ടില്ല. നമുക്കറിയാം അല്ലേ, ചതുരത്തിന് എത്ര മൂലകളാണുള്ളത്? 4 മൂലകളാണുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത നമുക്ക് തന്നിട്ടുണ്ട്, 4 വശങ്ങളുണ്ട്. അടുത്ത് നോക്കിക്കേ, ത്രികോണം 3 മൂലകളുണ്ട് എന്ന് എഴുതി. 3 മൂലകൾ പോലെ തന്നെ 3 വശങ്ങളും ഉണ്ട് അല്ലേ. അടുത്തത് വശങ്ങളില്ല, മൂലകളില്ല എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രൂപം ഏതാണ്? നമ്മുടെ വൃത്തമാണല്ലേ. വശങ്ങളും ഇല്ല, അതുപോലെ തന്നെ മൂലകളും ഇല്ല. ഓക്കെ മക്കളെ, ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. പ്രവർത്തനം 3, സ്റ്റാമ്പ് വിതരണം. വട്ടക്കോട്ട LP സ്കൂളിൽ 1 മുതൽ
5 വരെ ക്ലാസ്സുകളുണ്ട്. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും 20 രൂപയുടെ സ്റ്റാമ്പ് വിതരണം നൽകി. ഓരോ ക്ലാസ്സിൽ നിന്നും ലഭിച്ച ആകെ തുക കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും 20 രൂപയുടെ സ്റ്റാമ്പ് വീതമാണ് നൽകിയതും എന്ന് നമുക്കവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആകെ തുക കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? കുട്ടികളുടെ എണ്ണം കൊണ്ട് സ്റ്റാമ്പിൻ്റെ വിലയായ 20 രൂപ ഗുണിച്ചാൽ മതിയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരായിട്ട് കണ്ടെത്താം കേട്ടോ. 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40 പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, 40 കുട്ടികളുണ്ട്. ഒരു സ്റ്റാമ്പിൻ്റെ വില എന്ന് പറയുന്നത് 20 ആണല്ലേ. അപ്പം 40 × 20 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും മക്കളെ? 800 എന്ന് കിട്ടൂലേ. അപ്പോൾ അവിടെ മക്കൾ എഴുതണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 38 ആണല്ലേ. 38 ഗുണിക്കണം 20 ചെയ്താൽ എത്ര കിട്ടും? 760 കിട്ടുക. അടുത്തത് 42 ഗുണം 20 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 840 എന്ന് കിട്ടും. 45 ഗുണിക്കണം 20 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 900 എന്ന് കിട്ടൂലേ. പിന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് 5ാം ക്ലാസ്സിൽ നിന്ന് ലഭിച്ച തുക 700 രൂപയാണ്. 5ാം ക്ലാസ്സിൽ നിന്ന് 700 രൂപയാണ് കിട്ടിയത്. എങ്കിൽ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി മക്കളെ? 700 ഹരിക്കണം 20 ചെയ്താൽ പോരെ. 700 ഹരിക്കണം 20 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 35 എന്ന് കിട്ടൂ അല്ലേ. അതായത് 5ാം ക്ലാസ്സിൽ 35 കുട്ടികളാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മുത്തുമാല. താഹിറ മുത്തുമാല ഉണ്ടാക്കുന്നതിനായി പല നിറത്തിലുള്ള മുത്തുകൾ വാങ്ങി. അവയെ വിവിധ എണ്ണങ്ങളുള്ള കൂട്ടങ്ങളിലാക്കി പട്ടികപ്പെടുത്തി. പട്ടിക പരിശോധിച്ച് വിട്ടുപോയവ ചേർക്കുക. അപ്പോൾ നമുക്ക് മുത്തുകളുടെ നിറമാണ് ആദ്യത്തെ കുളത്ത് തന്നത്. പിന്നെ ആകെ എത്ര മുത്തുകളുണ്ടെന്ന് തന്നു. ഒരു കൂട്ടത്തിലെ മുത്തുകളുടെ എണ്ണം തന്നു. കൂട്ടങ്ങളുടെ എണ്ണവും തന്നു. ബാക്കി വന്ന മുത്തുകളുടെ എണ്ണവുമാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരൊറ്റ ഒന്ന് ചെയ്താൽ നമുക്ക് കൂട്ടുകാർക്ക് എങ്ങനെയാണ് ആ ഒരു പട്ടിക എന്നുള്ള കാര്യം മനസ്സിലാവും കേട്ടോ. നോക്കിക്കേ, മഞ്ഞ ആകെ എത്ര മുത്തുകളുണ്ട് മക്കളെ? 38 മുത്തുകളാണുള്ളത്. ഒരു കൂട്ടത്തിൽ എത്രയുണ്ട് മക്കളെ? 5 എണ്ണമാണുള്ളത്. അത്തരത്തിലുള്ള എത്ര കൂട്ടങ്ങളുണ്ട് മക്കളെ? 7 കൂട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതായത് 7 × 5 എത്രയാണ് മക്കളെ വരിക? 35 വരൂലേ. അപ്പം ആകെ 38 എണ്ണമാണുള്ളത്. 35 എണ്ണം കൂട്ടങ്ങളാക്കി. എങ്കിൽ ബാക്കി എത്ര മുത്തുകളുണ്ടായിരിക്കും മക്കളെ? 3 മുത്തുകളല്ലേ. അതാണ് അവിടെ ബാക്കി 3 എന്ന് കൊടുത്തത് കേട്ടോ. അടുത്ത നോക്കിക്കേ, നീല 42 എണ്ണമാണുള്ളത്. ഒരു കൂട്ടത്തിലെ മുത്തുകളുടെ എണ്ണം എത്രയാണ് മക്കളെ? 6 അല്ലേ. എങ്കിൽ കൂട്ടങ്ങളുടെ എണ്ണം എത്രയാണ് മക്കളെ? എത്രയാണ്? അവിടെ നമുക്ക് അതിനായിട്ട് ഒരു ക്ലൂ കൂടി തന്നിട്ടുണ്ട്. ബാക്കി മുത്തുകളുടെ എണ്ണം 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടണം? 42 എന്ന് കിട്ടണം. നമുക്കറിയാമല്ലേ, 6 × 7 എത്രയാണ്? 42 ആണല്ലേ. 6 × 7 എത്രയാണ്? 42. അപ്പം ബാക്കി മുത്തുകളില്ല. അപ്പം അവിടെ കൂട്ടങ്ങളുടെ എണ്ണം എത്രയാണ് വരിക? 7 വരിക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെള്ളം 32 അതിൽ ഒരു കൂട്ടത്തിലെ മുത്തുകളുടെ എണ്ണം 3 തന്നിട്ടുണ്ട്. കൂട്ടങ്ങളുടെ എണ്ണം 10 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും മക്കളെ? 3 × 10 എന്ന് പറയുകയാണെങ്കിൽ 30 നമുക്കറിയാം അറിയാമല്ലേ. അപ്പം ബാക്കി 2 എണ്ണമാണ് ഉണ്ടായിരിക്കുക. അടുത്ത് നോക്കിക്കേ, പച്ച 40 കൂട്ടങ്ങളുടെ എണ്ണം എത്രയാണ് തന്നത്? 5 തന്നത്. ബാക്കി ഇല്ല അല്ലേ, 0 ആണ്. അപ്പം നമുക്കറിയാം 8 × 5 എത്രയാണ് മക്കളെ? 8 × 5 എത്രയാണ്? 8 × 5 40 അല്ലേ. അപ്പം നമുക്കവിടെ 8 എന്ന് എഴുതാം കേട്ടോ. അപ്പം 40 വരുമ്പോഴേ ബാക്കി മുത്തുകളുടെ ഇല്ലാതിരിക്കുള്ളൂ. ലാസ്റ്റ് വന്ന് നോക്കിക്കേ, ചുവപ്പ് ആകെ എണ്ണം തന്നിട്ടില്ല. കൂട്ടങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട്. എത്ര കൂട്ടാന്ന് തന്നിട്ടുണ്ട് അല്ലേ? 6 അല്ലേ. 6 എണ്ണമുണ്ട്, 6 കൂട്ടമുണ്ട്. അപ്പോൾ ബാക്കി മുത്തുകൾ എത്രയാണ്? 1 തന്നിട്ടുണ്ടല്ലേ. അപ്പം നമുക്കറിയാം 6 × 6 എത്രയാണ്? 36. അപ്പോൾ 1 ബാക്കി വരണമെങ്കിൽ എത്രയായിരിക്കണം മക്കളെ ഉണ്ടാവേണ്ടത്? 37 മുത്തായിരിക്കില്ല ഉണ്ടായിരിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പട്ടിക മക്കൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ജോഡിയാക്കാം. പട്ടിക പരിശോധിച്ച് യോജിച്ചവ ചേർത്ത് വരയ്ക്കൂ. അപ്പം നമുക്ക് ഒരു സൈഡിൽ 1 പവൻ, 1 ടൺ, 1 കിൻഡൽ, 1 ഡസൻ, 1 കിലോമീറ്റർ എന്നും തന്നിട്ടുണ്ട്. തൊട്ടടുത്ത കോളത്തിൽ 1000 കിലോഗ്രാം, 12 എണ്ണം, 1000 മീറ്റർ, 8 ഗ്രാം, 100 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചേരുമ്പടി ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, നമുക്കറിയാമല്ലേ 1 പവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഗ്രാമാണ് 1 പവൻ. അപ്പോൾ അത് മക്കൾ 8 ഗ്രാമിലോട്ടാണ് വരയ്ക്കേണ്ടത്. അടുത്തത് 1 ടൺ ആണല്ലേ. 1 ടൺ എന്ന് പറയുകയാണെങ്കിൽ 1000 കിലോഗ്രാം ആണ് കേട്ടോ. 1 ടൺ എന്ന് പറയുന്നത്
1000 കിലോഗ്രാമാണ്. അടുത്തത് ഏതാണ്? ഒരു ക്വിൻ്റലാണല്ലേ. ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമാണ് വരിക. അടുത്തത് ഒരു ഡസൻ പിന്നെ എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണ്. എത്ര എണ്ണമാണ്? 12 എണ്ണത്തിനാണ് ഒരു ഡസൺ എന്ന് പറയുന്നത്. അടുത്തത് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതും എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണ്. എത്രയാണ്? 1000 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ മാച്ച് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി 6ാമത്തെ പ്രവർത്തനം നോക്കൂ. അരയും കാലും. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ അരഭാഗത്തിന് നിറം നൽകുക എന്നാണ് പറഞ്ഞത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഒരു ചതുരത്തിനെ വീണ്ടും കുറേ ചതുരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അരഭാഗം എന്ന് പറയുന്നത് എന്താണ്? മുകളിലുള്ള 4 ചതുരത്തിനും എന്ത് ചെയ്യണം മക്കൾ? നിറം നൽകണം കേട്ടോ. കൂട്ടത്തിലുള്ള 4 ചതുരത്തിനും എന്ത് ചെയ്യണം? നിറം നൽകിയാലാണ് അരഭാഗമാവുക അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ താമരക്കുളം LP സ്കൂളിലെ 40 കുട്ടികളിൽ അരഭാഗം കുട്ടികൾക്കും A ഗ്രേഡ് കിട്ടി. A ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 40ൻ്റെ അരഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, 20 ആണ് കേട്ടോ. അപ്പോൾ 20 എന്നാണ് മക്കൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4ാം ക്ലാസ്സിലെ 40 കുട്ടികളിൽ 4ൽ 3 ഭാഗം പെൺകുട്ടികളാണ് എങ്കിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്ര എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 4ാം ക്ലാസ്സിലെ 40 കുട്ടികളിൽ 4ൽ 3 ഭാഗവും പെൺകുട്ടികളാണ് എങ്കിൽ എങ്കിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്ര എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? 4ൽ 3 ഭാഗം എന്ന് പറയുന്ന സമയത്ത് 30 എന്തായിരിക്കും? പെൺകുട്ടികളായിരിക്കും അല്ലേ. 10 മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? ആൺകുട്ടികളുടെ എണ്ണം ഉണ്ടായിരിക്കും അല്ലേ. ആകെ 4 ഭാഗമാണുള്ളത്. 4 ഭാഗം എന്ന് ഉദ്ദേശിച്ചത് എത്രയാണ്? 40 ആണ് അല്ലേ. ആ 40ൽ നിന്ന് 3 ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 30 ആണല്ലേ. ഒരു ഭാഗം എന്ന് പറയുന്നതാണ് 10. അപ്പം എത്രയാണ്? പെൺകുട്ടികൾ 30ഉം അതുപോലെ തന്നെ ആൺകുട്ടികളുടെ എണ്ണം 40ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ അര സൂചിപ്പിക്കുന്ന ചിത്രത്തിന് ശരി അടയാളം ഇടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേതാണ് വരിക? ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയാണ് കൂട്ടുകാരുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.